ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫോളോ ചെയ്തിട്ട് വരും. അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്തിട്ട് തിരിച്ച് അൺഫോളോ ചെയ്ത് പോയവരും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വഴിയുണ്ട്. ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊഫൈലേക്കണി കാണുന്ന സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ട് സെൻറ്റർ ഓപ്പൺ ചെയ്യുക. യുവർ ഇൻഫോർമേഷൻ ആൻഡ് പെർമിഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഓടായി വരുമ്പോൾ നമുക്ക് ഡൗൺലോഡ് യുവർ ഇൻഫോർമേഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓർ ട്രാൻസ്ഫർ ഇൻഫോർമേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫേസ്ബുക്കും കാണാം, ഇൻസ്റ്റാഗ്രാമും കാണാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ സം ഓഫ് യുവർ ഇൻഫോർമേഷൻ എടുക്കുക. കാരണം നമുക്ക് എല്ലാം ആവശ്യമില്ല, കുറച്ച് ഫയലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സം ഓഫ് യുവർ ഇൻഫോർമേഷന് സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഫോളോയിങ് ആൻഡ് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ അത് ടിക്ക് മാർക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഡൗൺലോഡ് ടു ഡിവൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയറിൽ മാത്രമുള്ളതാണ് ഡാറ്റ റേഞ്ച് കാണുന്നത്. നമ്മളത് ഓൾ ടൈമായിട്ട് സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓൾ ടൈമായിട്ട് കൊടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ടൈമിൽ തൊട്ട് വരും. അതുപോലെ തന്നെ മീഡിയ ക്വാളിറ്റി നമ്മൾ മീഡിയത്തിൽ നിന്നും ഹൈ ആക്കി ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ക്രിയേറ്റ് ഫയൽ കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ഫയൽ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ലോഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് അവർ ഇൻഫോർമേഷൻ നമുക്ക് അവിടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ കാണുന്ന ഡൗൺലോഡ് പോലത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫയൽസിൽ പോകുക. iOS ഉള്ളവർ അവരുടെ ഫയൽസിലും, ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന സെറ്റിങ്സിലെ ഫയൽസിലും പോകുക. എന്നിട്ട് നമ്മുടെ ഫയൽസിൽ നമുക്ക് കാണാൻ പറ്റും ഫോളോയിങ് ആൻഡ് ഫോളോവേഴ്സിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ റിസൻറ്റ് ഫോളോവേഴ്സ്, പെൻഡിങ് ഫോളോവേഴ്സ് എല്ലാം. എന്നിട്ട് നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യുക. ChatGPT ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഈ കാണുന്ന പോലെ തന്നെ ഫയൽ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുക. അതുപോലെ തന്നെ ഫോളോവേഴ്സ് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഫോളോവേഴ്സ് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ 2 ഫോൾഡർ ഇട്ട് വരാം. ചെറിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ഫയൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരത് കമ്പാരിസൺ നടത്തിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നെയിംസ് നമുക്ക് സ്യൂട്ടബിളായിട്ട് അവരത് കണ്ടുപിടിച്ച് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആരൊക്കെ അൺഫോളോ ചെയ്തെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു ഫയലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു മിനി ഫയലാക്കിയിട്ട് തന്നെ ChatGPT ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ പറഞ്ഞ ട്രിക്ക് വലിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ യൂസ് ചെയ്യരുത്. ചെറിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്യുക. കാരണം വലിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഫയൽസ് 2 എണ്ണമായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ ഫോളോവേഴ്സിൻ്റെ ഫയൽ നമുക്ക് 2 ഫോൾഡറായിട്ടായിരിക്കും വരാം. അപ്പോൾ കമ്പാരിസൺ നടത്തുമ്പോൾ ChatGPT ചിലപ്പോൾ എറർ കാണിക്കും, ചിലപ്പോൾ അത് മൊത്തത്തിൽ കുഴച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നവർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവർ തന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് വരാം. അപ്പോൾ ഫോളോവേഴ്സ് കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. വലിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ ഇത് വന്നിട്ട് ചെയ്യരുത്. കാരണം അവർക്ക് നിങ്ങളുടെ ChatGPT ഫയൽസ് കൊടുക്കുമ്പോൾ അത് 2 ഫയൽസ് 3 ഫയൽസായിട്ട് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ അത് എററായിട്ടായിരിക്കും വരാം. അപ്പോൾ മൊത്തത്തിൽ ചെയ്യുന്ന ആൾക്കാരെയും ചെയ്യാത്ത ആൾക്കാരെയും ഒക്കെ കൂടി മിക്സ് ചെയ്തായിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് മെയിനായിട്ട് നോക്കുന്നത് ചെറിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് ഇത് നോക്കേണ്ടത്.